ആദ്യം നമുക്ക് ഇല്ലസ്ട്രേഷൻ 1 നോക്കാം. ഓൺ 1st April 2016 ആഗ്ര ബാങ്ക് ഹാസ് ₹10 lakh ബിൽസ് ഫോർ കളക്ഷൻ. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നോക്കുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന ബില്ല് ബാങ്കിന് ഒരു അസറ്റാണ്. ബിക്കോസ് അതിൽ നിന്ന് ബാങ്കിന് ക്യാഷ് പിന്നീട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ബിൽ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബിൽസ് റിസീവബിളാണ്, അത് അസറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ടാണ്. അതിനുശേഷം ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അസറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ലയബിലിറ്റീസ് അക്കൗണ്ട്. നമുക്ക് ആദ്യം അസറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്. ബില്ലെന്ന് പറയുന്നത് ബാങ്കിൻ്റെ അസറ്റാണ്. അപ്പോൾ ബില്ല് ഉള്ളതും ബില്ല് കൂടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ബില്ല് കുറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. സോ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഓൺ 1st April 2016 ആഗ്ര ബാങ്ക് ഹാസ് 10 lakh ബിൽസ് ഫോർ കളക്ഷൻ. അപ്പോൾ ഓൾറെഡി എത്ര ബില്ലുണ്ട്? 10 lakh rupees ബില്ലുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മൾ എവിടെ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ. ഉള്ളതും കൂടുന്നതും ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. സോ ഇത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഡ്യൂറിംഗ് 2016-17 ഇറ്റ് റിസീവ്ഡ് ഫർദർ ബിൽസ് ഫോർ കളക്ഷൻ എമൗണ്ടിങ് ടു ₹15 lakh. വീണ്ടും ബില്ല് വന്നു. അപ്പോൾ നമുക്ക് എവിടെ കാണിക്കാം? ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, പിന്നെ പറയുന്നു ആൻഡ് റിട്ടേൺ ഡിസൗണ്ടഡ് ബിൽ ഫോർ ₹2 lakh. പിന്നെ 2 ലക്ഷം രൂപയുടെ ബില്ല് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. കാരണം അത് ഡിസോണറായിപ്പോയി. മീൻസ് ആ ബില്ലിൽ നിന്ന് ക്യാഷ് നമുക്ക് കിട്ടിയില്ല, ഡിസോണറായിപ്പോയി. അഥവാ ഇവിടെ ബില്ല് കുറയുകയാണ് ചെയ്തത് അല്ലേ? കാരണം ബില്ല് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു, കസ്റ്റമറിന് റിട്ടേൺ ചെയ്തു. അപ്പോൾ എവിടെ വരും? അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്, ബില്ല് കുറയുന്നത് കൊണ്ട് തന്നെ. നെക്സ്റ്റ്, ബിൽ കളക്റ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ബില്ലിൽ നിന്നും ക്യാഷ് ലഭിച്ചത് 17 ലക്ഷം രൂപയാണ്. അഥവാ ക്യാഷ് വന്നു, ബില്ല് പോയി. നമുക്കറിയാം ബില്ലെന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ക്യാഷ് കിട്ടാനുള്ളതാണ്. ക്യാഷ് കിട്ടുന്നതോടുകൂടി ആ ബില്ല് എന്താവും? ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ ബിൽസ് കളക്റ്റഡ്, ദാറ്റ് മീൻസ് എമൗണ്ട് കിട്ടി, അപ്പോൾ ബില്ല് അവിടെ ഇല്ലാതായി. ഓക്കെ, അപ്പോൾ എമൗണ്ട് കിട്ടുമ്പോൾ ബില്ല് ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ, കാരണം അവിടെ ബില്ല് ഇല്ലാതാവുകയാണ് ചെയ്തത്. സോ അപ്പോൾ ഈ രീതിക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഡിഫറൻസ് വിൽ ബി ബാലൻസ്. അതായിരിക്കും ബാലൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ബാലൻസ് നമുക്കറിയാം, ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇനി നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടിൻ്റെ നേരെ റിവേഴ്സ് ഫോമാണ് ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ട്. അതായത് ഡെബിറ്റ് സൈഡിൽ കാണിച്ച കാര്യങ്ങളെല്ലാം, ബിൽസ് ഫോർ അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിലും, ക്രെഡിറ്റ് സൈഡിൽ കാണിച്ച കാര്യങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നതോടുകൂടി ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നെക്സ്റ്റ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണെന്ന് നമുക്കറിയണം. ഇപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് നമുക്ക് ബാങ്ക് എന്തിനാണ് ബില്ല് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്? ബാങ്കിന് അതിൽ നിന്നുള്ള ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh rupees ഒരു ബില്ല് ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബില്ലിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ ഈ ബില്ല് എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ട് കൊടുക്കാം. ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ആ ബില്ലിൻ്റെ ഫുൾ വാല്യൂ ആയ 1 lakh rupees നേരിട്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്നില്ല. പകരം ബാങ്ക് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 90,000 rupees, 90,000 രൂപ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊടുത്തു. ആ ബില്ല് അവിടെ മേടിച്ച് വെച്ചു. അപ്പോൾ ബാങ്കിന് ബില്ല് കിട്ടി. ബാങ്ക് എന്ത് ചെയ്തു? 90,000 rupees, 90,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കും. ഇനി 6 മാസം കഴിയുമ്പോൾ ബാങ്കിന് അതിൻ്റെ ഫുൾ എമൗണ്ടും അഥവാ 1 lakh rupees ബാങ്കിന് കിട്ടും. അപ്പോൾ ബാങ്കിൻ്റെ ലാഭം എത്രയാണ്? ആ 10,000 rupees ആണ് ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് അഥവാ ലാഭമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10,000 രൂപയാണ് ബാങ്കിൻ്റെ ഇൻകം, ഡിസ്കൗണ്ട്. അപ്പോൾ ഈ 10,000 രൂപയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന പേരിൽ നമുക്ക് ആ 10,000 രൂപയെ വിളിക്കാവുന്നതാണ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. എന്നാൽ ഈ 10,000 രൂപ, ഫോർ എക്സാമ്പിൾ ഈ 10,000 രൂപ ബാങ്കിന് കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ 6 മാസം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ആദ്യത്തെ 5 മാസങ്ങളായപ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു, അതായത് 31 March ആയി. പിന്നീട് അങ്ങോട്ട് എത്ര മാസമുണ്ട്? 1 മാസമുണ്ട്. അപ്പോൾ ആ 1 മാസത്തെ തുക എന്ന് പറയുന്നത് ഈ വർഷം നമുക്ക് കിട്ടേണ്ടതല്ല. അതിനെയാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് കിട്ടേണ്ട ടൈം ആയിട്ടില്ല. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ഡിസ്കൗണ്ടാണ് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് ആഫ്റ്റർ ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ജേർണൽ എൻട്രിയാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഇനി അടുത്ത വർഷമാകുമ്പോൾ ആ പൈസ നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് ഈ ജേർണൽ എൻട്രിയെ തിരിച്ചിടണം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്.
ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു 12,000 രൂപ ഒരു ബില്ലിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാനുണ്ട്. ഓക്കെ, 6 മാസം കൊണ്ടാണ് കിട്ടേണ്ടത്. എന്നാൽ 5 മാസമായപ്പോൾ തന്നെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് 6 മാസം കൊണ്ട് 12,000 രൂപയാണ് കിട്ടാനുള്ളതെങ്കിൽ 1 മാസം കൊണ്ട് എത്ര രൂപയാണ് കിട്ടേണ്ടത്? 12,000-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മാസത്തേക്കുള്ള 2,000 രൂപയാണ് കിട്ടേണ്ടത്. നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 5 മാസങ്ങൾ ഫിനാൻഷ്യൽ ഇയറിന് അകത്തുള്ളതാണ്. അപ്പോൾ 5 മാസങ്ങൾക്കുള്ള എമൗണ്ട് 5 മാസങ്ങൾ 5 × 2,000, ദാറ്റ് മീൻസ് 10,000 ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടേണ്ടതും എന്നാൽ അടുത്ത 2,000 അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടേണ്ടതുമാണ്. അപ്പോൾ ആ 2,000 റുപ്പീസാണ് എന്തെന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ആ 2,000 റുപ്പീസ് കാണിക്കേണ്ട ജേർണൽ എൻട്രി ഇതാണ്: ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ലെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്കാണ് ഇല്ലസ്ട്രേഷൻ 2 നമുക്കറിയാൻ പറ്റുന്നത്. On 1st March 2016, a bill of rupees 5 lakh is discounted with a bank at the rate 18% per annum. അപ്പോൾ ബാങ്കിനൊരു 5 lakh റുപ്പീസിൻ്റെ ഒരു ബില്ല് കിട്ടി. എന്നാൽ ആ ബില്ലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 18% ആണ്, പെർ ആനമാണ്. വാർഷികമായിട്ട് 18% അതിൽ നിന്ന് ബാങ്കിന് എന്ത് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th ഏപ്രിലാണ്. അപ്പോൾ ബില്ല് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 1st മാർച്ചാണ്. അപ്പോൾ 1st മാർച്ച് മുതൽ 30th ഏപ്രിൽ വരെ എത്ര മാസങ്ങളുണ്ട്? മാർച്ച് ഏപ്രിൽ, അഥവാ 2 മാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 മാസം എന്ന് പറയുന്നത് നമുക്കറിയാം 2/12. ഓക്കെ, ബില്ലിൻ്റെ വാല്യൂ എത്രയാണ്? 5 lakh ആണ്. ഓക്കെ, അപ്പോൾ 5 lakh ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജാണ്? അതിൻ്റെ 18% ആണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് 5 lakh × 18/100 × 2/12 ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. എത്രയാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഡിസ്കൗണ്ടായിട്ട് വരുന്നത് 15,000 റുപ്പീസാണ്, 15,000 നോക്കണേ. 1st മാർച്ച് മുതൽ 30th ഏപ്രിൽ വരെ 2 മാസങ്ങളാണ്. ഈ 2 മാസങ്ങൾക്ക് വേണ്ടി 2 മാസങ്ങൾ ഡ്യൂറേഷനുള്ള ബില്ലിൽ നിന്ന് ബാങ്കിന് കിട്ടുന്നത് 15,000. അപ്പോൾ നമുക്ക് ഒരു മാസം എത്രയാണെന്ന് നോക്കാം. 15,000 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസത്തേക്കുള്ളത് 7,500 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ ഇയർ എപ്പോൾ ക്ലോസ് ആവും? ഫിനാൻഷ്യൽ ഇയർ 31st മാർച്ച് ആകുമ്പോൾ, അഥവാ ഒരു മാസം കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവും. അപ്പോൾ 2 മാസത്തേക്ക് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് 15,000 രൂപയാണ്. അതിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവും. അപ്പോൾ ഇനി അടുത്ത ഒരു മാസം, ആ ഒരു മാസത്തേക്ക് ഉള്ള 7,500 രൂപ. കാരണം നമുക്കറിയാം ഓരോ മാസം 7,500 വെച്ചാണ് 2 മാസം ആകുമ്പോൾ എത്ര ആവുന്നത്? 15,000 ആവുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു മാസം അഥവാ ഫിനാൻഷ്യൽ ഇയർ 1st മാർച്ച് മുതൽ 31st മാർച്ച് വരെ ആകുമ്പോൾ ഒരു മാസമായി ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി. ഓക്കെ, എന്നിട്ട് പിന്നീട് അടുത്ത മാസം എന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറാണ്. അപ്പോൾ 7,500 രൂപ ഈ വർഷം കിട്ടാനുള്ളതല്ല, അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ 7,500 രൂപയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. സോ ജേർണൽ എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ലെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഇവിടെ നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ്. അതായത് ആദ്യം നമുക്ക് ബാങ്കിന് ആ ബില്ല് കിട്ടുമ്പോൾ ഉള്ള ജേർണൽ എൻട്രിയാണ്. ബില്ല് കിട്ടുമ്പോൾ അത് ഡെബിറ്റാണ്, കാരണം ബില്ല് ബാങ്കിന് ഒരു അസറ്റാണ്. ഓക്കെ, ഇപ്പോൾ ബില്ല് കിട്ടുന്നു. സോ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. 5 lakh റുപ്പീസിൻ്റെ ബില്ല് കിട്ടി. എന്നാൽ കസ്റ്റമറിന് എത്ര രൂപയാണ് കൊടുക്കുന്നത്? ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ടു കറണ്ട് അക്കൗണ്ട് ഓഫ് കസ്റ്റമറിന് കറണ്ട് അക്കൗണ്ടിലൂടെ 4,85,000 റുപ്പീസ് കൊടുത്തു. ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ദെൻ അവിടെ 15,000 രൂപ ബാങ്കിന് എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടാണ്. ഓക്കെ, 2 മാസത്തെ എമൗണ്ടാണ്. എന്നാൽ അതിനകത്ത് നമുക്കറിയാം ഒരു മാസത്തെ എമൗണ്ട് എന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടാണ്. കാരണം ഒരു മാസം ഫിനാൻഷ്യൽ ഇയറിന് ശേഷമുള്ള മാസമാണ്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ദെൻ ലാസ്റ്റ് ബാങ്കിന് എത്ര രൂപ കിട്ടും? ഈ ബില്ലിൽ നിന്ന് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ബാങ്കിന് എത്ര രൂപ കിട്ടും? 5 lakh റുപ്പീസും ബാങ്കിന് കിട്ടും. ഓക്കെ, അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് 4,85,000 പോയിട്ടുള്ളൂ. എങ്കിലും ബാങ്കിന് ബില്ലിൽ നിന്ന് ഫൈനൽ എമൗണ്ട് ആയിട്ടുള്ള 5 lakh റുപ്പീസ് ബാങ്കിന് കിട്ടുന്നതായിരിക്കും. സോ ആ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്തു? ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ബില്ലിനെ ക്രെഡിറ്റ് ചെയ്തു. ഈ സമയത്താണ് ബില്ല് നഷ്ടപ്പെടുന്നത്. പകരം എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിത് അക്കൗണ്ടിൽ എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ ജേർണൽ എൻട്രിയിൽ ബിൽസ് ഡിസ്കൗണ്ട് ആൻഡ് പർച്ചേസ്ഡ്, ഒന്നാമത്തെ ജേർണൽ എൻട്രിയിൽ ബില്ല് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് ജേർണൽ എൻട്രിയിൽ ബില്ല് നമുക്ക് നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ആ ബില്ലിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ഇല്ലസ്ട്രേഷൻ നോക്കാം. On 31st March 2017, the books of Hamara Bank had the following account balances. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഡേറ്റ് കണ്ടോ? ഓപ്പണിംഗ് ഡേറ്റ് ആണ്, അതായത് കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ആണ്.
അപ്പോൾ നമുക്കറിയാം റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്നാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഈ വർഷം നമുക്ക് കിട്ടാനുള്ളതാണ്. അഥവാ നമുക്ക് കിട്ടുന്ന സമയത്ത് ജേർണൽ എൻട്രി നമ്മൾ തിരിച്ചെഴുതണം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ 2,30,000 റുപ്പീസിനെ കാണിക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതായത് മൊത്തം 48 ലാക്ക് ഉണ്ട്. എന്നാൽ അവിടെ പറയുന്നു ഓൺ ക്ലോസിംഗ് ദ ബുക്സ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻക്ലൂഡ്സ് അൺഎക്സ്പെക്റ്റഡ് ഡിസ്കൗണ്ട്. അതായത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഉണ്ട്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, പുതിയ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2,90,000 ആണ്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ സാധാരണ എഴുതുന്ന ജേർണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വന്നിട്ട് 48 ലാക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്കൗണ്ടാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡിസ്കൗണ്ട് നമുക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്യുന്നതാണ്, കിട്ടുന്നതാണ്. സോ നമുക്കത് ആഡ് ചെയ്യാം. അതായത് 2,30,000 റുപ്പീസിനെ 48 ലാക്കിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നാൽ 2,90,000 എന്ന് പറയുന്നത് ഈ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടാണ്. അതിന് അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ ഈ വർഷം കിട്ടത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ 48 ലാക്കിൻ്റെ കൂടെ 2,30,000 ആഡ് ചെയ്യാം, 2,90,000 ലെസ് ചെയ്യണം. ആ സമയത്ത് ബാലൻസ് വരുന്നതായിരിക്കും നമുക്കുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ്. ആ ഇൻകത്തെ എവിടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായിട്ട് കാണിക്കണം. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റും ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഡെബിറ്റും ആണ് ജേർണൽ എൻട്രിയിൽ വരുന്നത്. ഓക്കെ. കേരള യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷൻ 4 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അവിടെ വന്നിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 1,90,62,400 ഉണ്ട്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് നമുക്കറിയാം അത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്, അതായത് കഴിഞ്ഞ വർഷത്തേതാണ്. കഴിഞ്ഞ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഈ വർഷം കിട്ടും. അപ്പോൾ ജേർണൽ എൻട്രി റിവേഴ്സ് ചെയ്ത് വേണം എഴുതാൻ. അതായത് എങ്ങനെ എഴുതും, ഇൻട്രസ്റ്റ് ആൻഡ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്നുള്ള ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ആദ്യം കാണുന്ന ജേർണൽ എൻട്രിയാണ്. ഓക്കെ. ദെൻ ബിൽസ് ഡിസ്കൗണ്ട് ആൻഡ് പർച്ചേസിൻ്റെ എമൗണ്ട് കിടപ്പുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് പ്രൊപ്പോർഷൻ ഡിസ്കൗണ്ട് നോട്ട് യെറ്റ് ആൻഡ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടാണ് തന്നിരിക്കുന്നത് 92,760 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോർമലായിട്ട് എഴുതുന്ന ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. അപ്പോൾ ഈ 2 ജേർണൽ എൻട്രിയാണ് ഉള്ളത്. അപ്പോൾ ഈ 2 ജേർണൽ എൻട്രിയും വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ജേർണൽ എൻട്രിയിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നു, ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം അതിനെ കാണിക്കുമ്പോൾ ഈ എമൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ അതിൻ്റെ പേരെന്തായിരിക്കും, അതിൻ്റെ എൻട്രിയുടെ രണ്ടാമത്തെ പേരായിരിക്കും ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എടുക്കണം. ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ ആ ഫിഗർ കാണിക്കാൻ, 92,760. എന്നാൽ അവിടുത്തെ പേരെന്താണ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആണ്. നമുക്കറിയാം ജേർണൽ എൻട്രിയിൽ ഓപ്പോസിറ്റ് പേരുകളാണ് നമ്മൾ എഴുതേണ്ടത്, പക്ഷേ സൈഡ് സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ രീതിക്ക് ഇതിപ്പോൾ ഈ അക്കൗണ്ട് ഓരോ വർഷവും ബാലൻസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓരോ വർഷം എന്ത് ചെയ്തു, ബാലൻസ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 1,96,62,400 ആണ്. അപ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, കഴിഞ്ഞ വർഷത്താണ്. കാരണം കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് 65,040 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത് രണ്ടും ഈ വർഷം നമുക്ക് കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഈ വർഷം കിട്ടും, എന്നാൽ ഈ വർഷത്തെ നമുക്ക് അടുത്ത വർഷമേ കിട്ടത്തുള്ളൂ, അത് ലെസ് ചെയ്യേണ്ടതുമാണ്. ഓക്കെ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ലെസ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. ബാലൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാലൻസ് എവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മൂവ് ചെയ്യും. അടുത്തത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനകത്ത് 3 ബില്ലുകളുണ്ട്. സോ ഡേറ്റ് ഓഫ് ബില്ല് ഓരോ ബില്ലിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 3 ബില്ലുകളുണ്ട്, അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബില്ല് പരിശോധിക്കാം. ഒന്നാമത്തെ ബില്ലിൻ്റെ ഡേറ്റ് 21 ജാനുവരി 2017 ആണ്. അതിൻ്റെ പീരീഡ് 5 months ആണ്, 5 മാസങ്ങളാണ്. അപ്പോൾ 5 മാസം കഴിയുമ്പോഴത്തേക്കും എത്രയായിരിക്കും, 20/1 എന്നുള്ളത് 20/6 ആകും. എന്നാൽ എല്ലാ ബില്ലുകൾക്കും ഒരു 3 days ഗ്രേസ് പീരീഡ് കൊടുക്കും. ഓക്കെ. അപ്പോൾ എല്ലാ ബില്ലുകളും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് പിന്നീട് പ്ലസ് ഒരു 3 days ഗ്രേസ് പീരീഡ് കൂടി നൽകിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബില്ലിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 20/1/2017 മുതൽ 5 മാസം കഴിയുമ്പോൾ 20/6/2017 ആണ്
എങ്കിലും ഒരു 3 ദിവസം കൂടെ ഗ്രേസ് ഡേയ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രയായി? 23 23/6/2017 ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ക്ലോസ് ആവുന്നത്? 31 മാർച്ചിനാണ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ചിന് ക്ലോസ് ആയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എത്ര ദിവസങ്ങളാണ് 23/6/2017 ഉള്ളതെന്ന് നമുക്ക് നോക്കണം. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 31/3/2017 അതിനുശേഷം 23/6/2017 എത്താൻ വേണ്ടി എത്ര ദിവസങ്ങൾ വേണം? നമുക്കറിയാം ഇവിടെ എത്ര ദിവസങ്ങൾ വരും? 3 മാസമാണ് വരുന്നത് അല്ലേ? അതായത് ഏതൊക്കെ മാസങ്ങളാണ്? മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ. അപ്പോൾ ഏപ്രിൽ എത്ര മാസമാണ് വരുന്നത്? ഏപ്രിൽ 30 ദിവസമാണ് വരുന്നത്. മെയ്യിലോ 31 ദിവസം വരും. ജൂണിൽ നമുക്കറിയാം 23 ദിവസം നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം 23 ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30, 31, 23 കൂടെ ആഡ് ചെയ്യുമ്പോൾ 84 ദിവസങ്ങളാണ് ഫിനാൻഷ്യൽ ഇയറിന് ശേഷമായിട്ട് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം വരുന്നതാണ് നമുക്കറിയാം എന്ത്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണ്? 80,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജോ 16% ആണ് അല്ലേ? അപ്പോൾ 80,000 ഇൻറ്റു 16%. ഇനി എത്ര ദിവസമാണുള്ളത്? ഫിനാൻഷ്യൽ ഇയറിന് കഴിഞ്ഞതിന് ശേഷം 84 ഡേയ്സ് ഉണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 84 ഡേയ്സ് ആണെങ്കിൽ ടോട്ടൽ ഡേയ്സ് എത്രയാണ് ഒരു വർഷത്തേക്ക്? 365 ഡേയ്സ് ആണ്. 84 ഡിവൈഡഡ് ബൈ 365 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ബില്ലിൻ്റെ കാര്യം നോക്കുക. ഒന്നാമത്തെ ബില്ലിൻ്റെ എമൗണ്ട് 80,000 ആണ്, പെർസെൻറ്റേജ് 16% ആണ്. ഫിനാൻഷ്യൽ ഇയറിന് ശേഷം എത്ര ദിവസം ഉണ്ടായിരുന്നു? 84 ദിവസങ്ങളുണ്ടായിരുന്നു. സോ 84 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡേയ്സ് ഇൻ എ ഇയർ 365 ആണ്. നമ്മൾ ഡേയ്സ് എടുക്കുമ്പോൾ ഡേയ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ. മന്ത് എടുക്കുമ്പോഴാണ് നമ്മൾ 12 കൊണ്ട് നമ്മളതിനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 7 മാസമാണെങ്കിൽ 7/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നാൽ ദിവസങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, പകരം നമ്മൾ ഡേയ്സ് തന്നെ എടുക്കണം. അപ്പോൾ 84 ദിവസം നമ്മളെടുത്താൽ ഒരു വർഷത്തിൽ 365 ദിവസമുള്ളത് കൊണ്ട് 84 ഡിവൈഡഡ് ബൈ 365 ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ എമൗണ്ട്, അൺഎക്സ്പെയർഡ് എമൗണ്ട് കിട്ടും. ഇങ്ങനെ എല്ലാ ബില്ലിൻ്റെയും അൺഎക്സ്പെയർഡ് എമൗണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ 5589.04 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ബില്ലും മൂന്നാമത്തെ ബില്ലും ഇതേപോലെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് അസറ്റുകളെ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അസറ്റാണ്. അതായത് ആക്ച്വലി ഇവിടെ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക്, നമ്മൾ ബാങ്കാണല്ലോ, ബാങ്ക് മറ്റുള്ളവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണിനെ നമുക്ക് പെർഫോമിംഗ് അസറ്റ് എന്നും നോൺ പെർഫോമിംഗ് അസറ്റ് എന്നും നമുക്ക് അതിനെ തിരിക്കാം. പെർഫോമിംഗ് മീൻസ് അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ട്. എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിലോ ബിയോണ്ട് 90 ഡേയ്സ് 90 ദിവസമായിട്ടും ആ അസറ്റിന് യാതൊരു അനക്കവും ഇല്ല, അഥവാ ലോണിൻ്റെ റീപേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള അസറ്റാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. സോ നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ആൻ അസറ്റ് ബിയോണ്ട് 90 ഡേയ്സ് നത്തിങ് ക്യാൻ ബി റിസീവ്ഡ് ഫ്രം ദാറ്റ് അസറ്റ്. അപ്പോൾ ആ അസറ്റിൽ നിന്ന് നമുക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ അസറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ്, പിന്നെ ഡൗട്ട്ഫുള്ള്, ഇങ്ങനെ തിരിക്കാം. ലാസ്റ്റ് വൺ ലോസ്. ഓക്കെ. സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ള്, ലോസ്. ഇതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർഫോമിംഗ് അസറ്റ് ആയിരിക്കും. ഓക്കെ. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? പെർഫോമിംഗ് അസറ്റാണ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ പോലും കുറച്ച് ക്യാഷ് നമ്മൾ ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം? പ്രൊവിഷൻ മാറ്റി വയ്ക്കണം. പരമാവധി 1% മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതി. എന്നാൽ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ അതിൻ്റെ 0.25%, അതുപോലെ കൊമേഴ്ഷ്യൽ സെക്ടർ ആണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആണെങ്കിൽ 1% മാറ്റി വയ്ക്കണം. എന്നാൽ ബാക്കിയുള്ളത് എല്ലാത്തിനും 0.40%. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡ് അസറ്റിൽ എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 0.40% ആയിരിക്കും. 0.40. അടുത്ത സബ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മളെ നോൺ പെർഫോമിംഗ് അസറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ള്, ലോസ്, ഈ രീതിക്കാണ്. ഓക്കെ. അപ്പോൾ ഒരു വർഷം വരെ നോൺ പെർഫോമിംഗ് അസറ്റായിട്ടിരുന്ന അസറ്റുകളാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. സോ നോൺ പെർഫോമിംഗ് ഫോർ എ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. അതിനകത്ത് സെക്യൂർഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ 15% പ്രൊവിഷൻ എടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ കൊടുത്തതെങ്കിൽ അതിൽ സെക്യൂർഡ് ആയിട്ടുള്ള ലോൺ ആണെങ്കിൽ, അതായത് നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ പ്രൊവിഷനായിട്ട് 1,15,000 15,000 രൂപ നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വയ്ക്കണം. ഓക്കെ. എന്നാൽ അൺസെക്യൂർഡ് ആണെങ്കിലോ കൂടുതൽ പൈസ മാറ്റി വയ്ക്കണം. ദാറ്റ് മീൻസ് 25% മാറ്റി വയ്ക്കണം. ഇനി ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അൺസെക്യൂർഡ് ആണെങ്കിൽ 20% മാറ്റി വയ്ക്കേണ്ടത്. നമ്മളിവിടെ എടുക്കുന്നത് കോമൺ ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റിന് എടുക്കുന്നത് 15%, സെക്യൂർഡ് ആണെന്നുള്ള രീതിക്ക് 15%. ദെൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ എടുക്കുന്നത് 0.40% ആയിരിക്കും നോർമലായിട്ട് എടുക്കുന്നത്. ഇനി ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ അസറ്റ് ഡൗട്ട്ഫുൾ ഇഫ് ഇറ്റ് ഹാസ് ബീൻ റിമെയിൻഡ് ആസ് നോൺ പെർഫോമിംഗ് ഫോർ എ പീരീഡ് ഓഫ് 12 months. അതായത് ഒരു വർഷത്തിൽ താഴെ വന്നാൽ നമുക്കറിയാം സബ്സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ ഒരു വർഷം ആയിരുന്നാൽ അത് ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ. അപ്പോൾ ഒരു വർഷം നോൺ പെർഫോമിംഗ് അസറ്റായിട്ടിരുന്നാൽ അതെന്താണ്? ഡൗട്ട്ഫുള്ളാണ്. സോ ഒരു വർഷം കഴിഞ്ഞിട്ട് 3 വർഷം വരെ ഇരുന്നാൽ അപ് ടു 3 year വരെ ഇരുന്നാൽ 40% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനുവേണ്ടി പ്രൊവിഷൻ മാറ്റി വയ്ക്കേണ്ടത്. എന്നാൽ 1 year ആണെങ്കിൽ 25% ആണ് മാറ്റി വയ്ക്കേണ്ടത്. ഓക്കെ. എന്നാൽ 3 വർഷത്തിന് മുകളിലും നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ 100% നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വയ്ക്കണം. അതായത് കംപ്ലീറ്റ് എമൗണ്ടും പ്രൊവിഷനായിട്ട് എടുക്കണം. ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയുടെ ലോൺ കൊടുത്തു, 3 വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്നും ഒരു അനക്കവും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷനായിട്ട് വെച്ചേക്കണം. കാരണം നമുക്കത് തിരിച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ലോസ് അസറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു അസറ്റ് തിരിച്ച് കിട്ടില്ല നമുക്ക് ഉറപ്പുവരുത്തുന്ന അസറ്റാണ് ലോസ് അസറ്റ്. അവിടെ നമ്മൾ 100% മാറ്റി വയ്ക്കണം. എ ലോസ് അസറ്റ് ഈസ് വൺ വെയർ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ദി ബാങ്ക്. ലോസ് ആണ്, ഇനി അതിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതാണ്, അല്ലേ? Nothing could be recovered from that asset or by the internal or external auditors or by RBI inspection. അപ്പോൾ RBIയോ അല്ലെങ്കിൽ ബാങ്കോ ഒക്കെ പറയുന്നത് ആ പൈസ ഇനി കിട്ടത്തില്ല, അങ്ങനെയാണെങ്കിൽ അത് ലോസ് അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ കാര്യത്തിൽ അസറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പെർഫോമിംഗ് അസറ്റ് അഥവാ സ്റ്റാൻഡേർഡ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ് വീണ്ടും 3 ഉണ്ട്, സബ്സ്റ്റാൻഡേർഡ് അതായത് 1 വർഷം വരെയോ 1 വർഷത്തിൽ താഴെയോ അപ് ടു 1 year. സോ 1 year വരെ ഇരുന്ന നോൺ പെർഫോമിംഗ് അസറ്റായിട്ടിരുന്ന അസറ്റുകളാണ് സബ്സ്റ്റാൻഡേർഡ്. 1 വർഷം മുതൽ 3 വർഷം വരെ അല്ലെങ്കിൽ 1 വർഷം മുതൽ അങ്ങോട്ടുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ഡൗട്ട്ഫുൾ അസറ്റാണ്. 1 വർഷം കഴിഞ്ഞിട്ടുള്ളത് ഡൗട്ട്ഫുൾ അസറ്റാണ്. ദെൻ നമുക്ക് കിട്ടില്ലെന്ന് ഉറപ്പുള്ള അസറ്റാണ് ലോസ് അസറ്റ്. അപ്പോൾ ഇതിന് ഓരോന്നിനും വെക്കേണ്ടത് സ്റ്റാൻഡേർഡ് അസറ്റിന് 0.40% വെക്കണം, സബ്സ്റ്റാൻഡേർഡിന് 15%, കാരണം സെക്യൂർഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അൺസെക്യൂർഡ് ആണെങ്കിൽ തീർച്ചയായും 25 ആണ് വെക്കേണ്ടത്. ഓക്കെ. അതുപോലെ ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഇതേപോലെ പറയും. അപ് ടു 1 year ആണെങ്കിൽ 25, 1 to 3 year ആണെങ്കിൽ 40, മോർ ദാൻ 3 year ആണെങ്കിൽ 100%, ലോസ് ആണെങ്കിൽ 100%. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ആൻസർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, 5,000 ആണ്. 5,000 എമൗണ്ട് ഇൻ ലാക്കിലാണ് കൊടുത്തത്, 5,000 ആണ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് അസറ്റ് ആയതുകൊണ്ട് എത്ര പെർസെൻറ്റേജ് എടുക്കണം? 0.40. അപ്പോൾ 5,000ൻ്റെ 0.40% എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ. ഇതേപോലെ അടുത്തത് എന്താ? സബ്സ്റ്റാൻഡേർഡിന് 15% എടുക്കണം. അപ്പോൾ 4,000ൻ്റെ 15% എടുത്തു. ഡൗട്ട്ഫുൾ ഫോർ 1 year 800ൻ്റെ 25%, ഡൗട്ട്ഫുൾ ഫോർ 3 year 40%, പിന്നെ മോർ ദാൻ 3 year ആണെങ്കിൽ 100%, ലോസ് അസറ്റിനും 100%. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് ഫിഗർ എടുക്കുക. അങ്ങനെ ടോട്ടൽ പ്രൊവിഷൻ ഈ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു കണക്ക് കൂടി നോക്കാം. ഇപ്പോൾ പെർഫോമിംഗ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇവിടെ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ നമുക്കത് കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡും തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡും തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റാണ് ഇൻട്രസ്റ്റ് ആൻഡ്. എന്നാൽ എത്രയാണോ കിട്ടിയത് അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് പെർഫോമിംഗ് നമുക്ക് കിട്ടുമെന്നറിയാം. അപ്പോൾ അതിൽ കിട്ടേണ്ടത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്, അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ. എന്നാൽ നോൺ പെർഫോമിങ്ങിലോ അങ്ങനെയല്ല. എത്രയാണോ കിട്ടിയത് അത് മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെർഫോമിങ്ങിൽ നമുക്ക് കിട്ടാനുള്ളത് തന്നെ എടുക്കാം, എന്നാൽ നോൺ പെർഫോമിങ്ങിൽ കിട്ടിയത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമിങ്ങിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആക്ച്വലി ഏൺഡ് ആണ്, എന്നാൽ നോൺ പെർഫോമിങ്ങിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആക്ച്വലി റിസീവ്ഡ് ആണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആക്ച്വലി ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമുക്കിനി ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു കണക്ക് വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്കാണ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾക്ക്
നമ്മൾ നിയമപരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റേഷ്യോയാണ്. അതായത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതായത് ബാങ്കിന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ 25%. ആ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി മീൻസ് നിയമപരമായത്, ലിക്വിഡിറ്റി മീൻസ് ഈസി ആയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഇപ്പോൾ ലിക്വിഡ് അസറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അസറ്റുകളുടെ ഒരു എമൗണ്ട് പെർസെൻറ്റേജാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ അതിനകത്ത് തന്നെ അസറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യണം, കറണ്ട് കാറ്റഗറിയും പെർമനൻറ്റ് കാറ്റഗറിയും. ഓക്കെ, അപ്പോൾ കറണ്ട് കാറ്റഗറിയിൽ 75%, പെർമനൻറ്റ് കാറ്റഗറിയിൽ 25%ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കണക്കുകളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കോഡ് തന്നിട്ടുണ്ട്, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് 5000 തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്? 1 2 3 4, മൊത്തം 4 ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റും ഓരോന്നിൻ്റെയും മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 751 ആണ്, അതിൻ്റെ കോസ്റ്റ് 1500 ആണ്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 1875 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ കണക്ക് നമ്മൾ ചെയ്യേണ്ടതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ 5000 ആണല്ലോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ 75% ഞാൻ പറഞ്ഞു കറണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ 5000ൻ്റെ 75% നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ നമ്മുടെ ആൻസർ നോക്കുമ്പോൾ മനസ്സിലാവും, 5000ൻ്റെ 75% 3750 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3750 ആണ് നമ്മൾ കറണ്ട് കാറ്റഗറിയിലോട്ട് കീപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് 75% കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോസ്റ്റും മാർക്കറ്റ് വാല്യൂ തമ്മിലുള്ള പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മാർക്കറ്റ് വാല്യൂവിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റിനെ ബേസ് ആയിട്ട് എടുക്കണം. ബേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടിയിലാണ് ബേസ് വരുന്നത് അല്ലേ. ഇപ്പോൾ കോസ്റ്റിൻ്റെ എമൗണ്ട്, ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റിൻ്റെ എമൗണ്ട് 1500 ആണ്. അതിൽ 1875 അഥവാ മാർക്കറ്റ് വാല്യൂ എത്ര പെർസെൻറ്റേജ് ആണ് എന്നറിയണം, ഇൻറ്റു 100. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ്, മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. ഇങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്, 1875 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 125%. സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതേപോലെയാണ്, മാർക്കറ്റ് വാല്യൂ 1900 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100 95%. ഇങ്ങനെ മാർക്കറ്റ് വാല്യൂവും കോസ്റ്റും തമ്മിലുള്ള പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ സ്റ്റെപ്പ് 75%, 5000ൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 75% 3750 ആണെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓരോന്നിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു, മാർക്കറ്റ് വാല്യൂൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. 4 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 125 95 75 90 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3750 തികയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3750 തികയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പെർസെൻറ്റേജിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ ആദ്യം എടുക്കണം. അപ്പോൾ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉള്ളത് ഏതാണ്, ഈ 125% ആണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് ആദ്യം വരുന്നത്. അതിൻ്റെ കോഡ് ഏതാ, 751, ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെടുത്ത് എഴുതുവാണേ, അതായത് കോസ്റ്റ് 1500 ആണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 1875 ആണ്. ഓക്കെ, നമുക്ക് തികയ്ക്കേണ്ടത് എത്രയാണ്, 3750 ആണേ. ഇനി അടുത്ത രണ്ടാമത്തെ ഹയസ്റ്റ് പെർസെൻറ്റേജ് 125 കഴിഞ്ഞാൽ ഏറ്റവും വലുത് പിന്നെ ഏതാണ്, 95 ആണല്ലോ ഏറ്റവും വലുത്. 752ൻ്റെ എമൗണ്ട് എത്രയാണ്, 2000ഉം 1900ഉം. അത് നമ്മളെടുത്തു, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഏതെടുത്തു, കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഏതെടുത്തു, 1500 എടുത്തു. രണ്ടാമത് നമ്മൾ എത്ര എടുത്തു, കോസ്റ്റിൽ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 2000 എടുത്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ തന്നെ എത്രയായി, 3500 ആയി. നമുക്ക് ടോട്ടൽ വേണ്ടത് ഞാൻ പറഞ്ഞു 3750 ആണ് വേണ്ടത്. ഇനി അപ്പോൾ എത്രയും കൂടെ വേണം, 250 കൂടി വേണം. ഓക്കെ, ആ 250. ഇനി അടുത്ത മൂന്നാമത്തെ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏതാണ്, 125 എടുത്തു, 95 എടുത്തു. ഇനി മൂന്നാമത്തെ ഏറ്റവും വലുത് ഏതാണ്, 90% വരുന്നതാണ്. അപ്പോൾ ഈ 90% വരുന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എത്ര വേണം, അവിടെ 700 ഉണ്ട്, 630 ഉണ്ട്. പക്ഷേ 700 നമുക്ക് വേണ്ട, കാരണം നമുക്ക് വേണ്ടത് ഇനി 3750 തയ്ക്കാൻ വേണ്ടി 250 കൂടെ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 250 എടുത്തു. 700-ൽ എത്ര എടുത്തു, 700-ൽ 250 എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 630. 630-ൽ എത്ര എടുക്കണം എന്നറിയണമെങ്കിൽ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 700-ൽ 250 എടുത്താൽ 630-ൽ എത്ര എടുക്കണം,
എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു കാൽക്കുലേഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 225 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ കോസ്റ്റ് എടുത്തു, അതുപോലെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 4000 കിട്ടി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വേണ്ട 75% അഥവാ 3750 നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 3750 കിട്ടിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോസ്റ്റും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും മാർക്കറ്റ് വാല്യൂയും കൂടെ കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കോസ്റ്റിനെ കാട്ടി ഒന്നാമത്തെ നോക്കുമ്പോൾ കോസ്റ്റിനെ കാട്ടി മുകളിലാണ് മാർക്കറ്റ് വാല്യൂ, അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. രണ്ടാമത് നോക്കുമ്പോൾ കോസ്റ്റിനെ കാട്ടി ചെറുതാണ് മാർക്കറ്റ് വാല്യൂ. എത്ര ചെറുതാണ്? 100 ചെറുതാണ് അല്ലേ? 2000ഉം 1900 നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ 250ഉം 225ഉം. അപ്പോൾ 250യെ കാട്ടി 225ൽ 25 കുറവാണ്. അപ്പോൾ ആ കുറവുള്ളതാണ് നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ പ്രൊവിഷൻ എത്ര വേണം? 125. 100 + 25, 125 ടോട്ടൽ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ രീതിക്കാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റെപ്പ് ഞാൻ ലാസ്റ്റ് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ടോട്ടൽ കോസ്റ്റിൻ്റെ 75% കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും പെർസെൻറ്റേജുകൾ കണ്ടുപിടിക്കുക. എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 75% ആയ 3750 തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉള്ളത് ആദ്യം എടുക്കുക. അപ്പോൾ ഹയസ്റ്റ് പെർസെൻറ്റേജ് 125 1, 95 2, 93, ഈ 75 4. ഓക്കെ, നമുക്കിപ്പോൾ 4th 1 എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിനുള്ളിൽ തന്നെ 3750 തികയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തത് മുഴുവനായിട്ട് എടുത്തു. അതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? 1500. ദെൻ മാർക്കറ്റ് വാല്യൂ 1875. രണ്ടാമതെന്ത് എടുത്തു? 95നുള്ള 2000 എടുത്തു, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 1900. അപ്പോൾ തന്നെ 3500 ആയി. ഇനി നമുക്ക് എത്ര മതി? 250 മതി. 250 അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്തു. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു? 700 ഉണ്ടായിരുന്നു. 700 നമ്മൾ എത്ര എടുത്തുള്ളൂ? 250 മാത്രമേ 700 നിന്ന് എടുത്തിട്ടുള്ളൂ. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 700ൽ 250 അല്ലേ? അങ്ങനെയാണെങ്കിൽ 630 അഥവാ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് എത്ര? ഇപ്പോൾ 700ൽ 250 നമ്മൾ എടുത്തതെങ്കിൽ 630ൽ എത്ര എടുക്കണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു കാൽക്കുലേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 225 അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ വാല്യൂ ഒന്നും നമുക്ക് എന്തായാലും കുഴപ്പമില്ല, പക്ഷേ കോസ്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 75% ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസനാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ തമ്മിലുള്ള കമ്പാരിസനാണ്. 3 ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കോസ്റ്റിനെ കാട്ടി മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. സോ അവിടെ നമ്മൾ പൈസ ഒന്നും മാറ്റിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇരിക്കുന്ന അസറ്റിന് കൂടിയ വില തന്നെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരേ വിലയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട? ക്യാഷ് ഒന്നും മാറ്റിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രണ്ടാമത്തേനാണെങ്കിലോ ഈ പറഞ്ഞ കോസ്റ്റും മാർക്കറ്റ് വാല്യൂയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മേടിച്ച വില 2000 ആണെങ്കിലും അതിന് ഇപ്പോഴത്തെ വില 1900 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 രൂപ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം അതിനുവേണ്ടി. അടുത്ത 250 റുപ്പീസ് ഉള്ള അല്ലെങ്കിൽ 250 റുപ്പീസ് മുടക്കി നമ്മൾ മേടിച്ചതിന് ഇപ്പോൾ എത്രയേ ഉള്ളൂ? 225 ഉള്ളൂ. സോ അവിടെ നമ്മൾ എത്ര രൂപ മാറ്റി വയ്ക്കണം? 25 രൂപ മാറ്റി വയ്ക്കണം. ടോട്ടൽ എത്ര രൂപ മാറ്റി വയ്ക്കണം? 125 മാറ്റി വയ്ക്കണം. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. സോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള കണക്കായിരിക്കും നമുക്ക് എക്സാമിനേഷന് ഈ ഒരു പാറ്റേണിൽ തരുന്ന ക്വസ്റ്റ്യൻ ഈ രീതിക്കാണ് ചെയ്യേണ്ടത്. ഓൾ ഓഫ് യു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു ആൾ.